ദേ, ആ കാണുന്ന പൈൻ ഫോറസ്റ്റ് ഇല്ലേ, അതാണ് റോഡിന്റെ ലെവൽ എന്ന് പറയുന്നത്. നമുക്ക് അവിടെ നിന്ന് ഇത്രയും ഇറങ്ങിയിട്ടാണ് ഈ ഒരു കോട്ടേജ്. ഇത് മാത്രമല്ല, കുറേ തരം കോട്ടേജുകൾ ഉണ്ട് ഈ വശത്തൊക്കെ. ഇതൊക്കെ സ്ലോപ്പായിട്ടുള്ള ഒരു തട്ടുള്ള ഒരു പ്രദേശമാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ടോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ സുപ്രഭാതം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതിരാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല, സൂര്യൻ നേരത്തെ ഉണർന്നുകൊണ്ടായിരിക്കും അല്ലേ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇത്രയും ദൂരം നടന്നപ്പോഴേക്കും നമ്മൾ ക്യാപ്ചർ ചെയ്തായിട്ടാണ്. സംഭവം നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല, വണ്ടിയിൽ നമുക്ക് വരാം, അവരുടെ ജീപ്പും ഉണ്ട്. പക്ഷെ എപ്പോഴും മുകളിൽ പോയി ഇറങ്ങുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല കേട്ടോ. ജസ്റ്റ് ഇപ്പോൾ ഇത്രയും ദൂരം നടന്നപ്പോഴേക്കും അടിപൊളി ക്ഷീണവും. ആ ലെവല് ഇത്രയും ഹൈറ്റിന് താഴെയാണ് ഈ ഒരു റിസോർട്ട് ചെയ്യുന്നത്. കുറേ പലതരം കിളികളുടെ സൗണ്ട് കേട്ടാണ്. എന്തൊക്കെയോ എനിക്ക് രാവിലെ തന്നെ നോക്കണം. ഇതെന്തൊരു കൂടല്ലേ? തളിരല മലമുകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന ഒരു നാച്ചുറൽ വാട്ടർഫോളും ഇവിടെയുണ്ട്. ഈ റിസോർട്ടിൻ്റെ ഏത് ഭാഗത്തു നിന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാർക്കിലേക്കുള്ളൊരു കാഴ്ചയാണ്. കുട്ടികൾക്കാണെങ്കിൽ ഇവിടെ എത്ര നേരമെങ്കിലും കളിക്കാം, നമുക്കാണെങ്കിൽ ഒരു ശ്രദ്ധയും ഉണ്ടാവും. ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് റോഡ് സൈഡിലുള്ള ഒരു കോട്ടേജ് റിസോർട്ട് അല്ല. ഈ വഴി ശ്രദ്ധിച്ചില്ലേ? ഇത് വളരെ മുകളിൽ നിന്ന് വരുന്ന ഒരു വഴിയാണ് കേട്ടോ. അതിൻ്റെ എൻഡാണ് ഇത്. അതാണ് ഈ ഹോട്ടലിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ വഴി അത്യാവശ്യം നല്ല സ്ലോപ്പാണ്. ഇതിങ്ങനെ വളഞ്ഞ് അതിൻ്റെ മുകളിൽ വരെ എത്തും. അപ്പം ഞങ്ങളിങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് അധികം അറിയില്ല. ഈ ഗൈഡ് പോകുന്ന വഴിക്ക് ഞങ്ങൾ വന്നു. വളവാണെങ്കിൽ തീരുന്നുമില്ല, വളഞ്ഞ് ലാസ്റ്റ് ഇവിടെ കൊണ്ടിറക്കി കേട്ടോ. ഇനി എങ്ങനെ കയറുന്നുള്ളത് നമുക്ക് കാണാം. ബ്രിഡ്ജ് ഉണ്ടോ? കണക്ഷൻ ബ്രിഡ്ജ്, കണക്ഷൻ ഉണ്ട് കേട്ടോ. നിറച്ച് പൂക്കളാണ് ഇവിടെയൊക്കെ. ഗ്രാൻഡ് വാലിയുടെ ജീപ്പ് കിടക്കുന്നുണ്ട്. ഇവനൊരു താരമാണ് കേട്ടോ. മിക്കവാറും ജീപ്പിലൊക്കെ കയറിയിട്ടായിരിക്കും മുകളിലെത്തേണ്ടത്. ചട്നിയുണ്ട്. തേയിലത്തോട്ടങ്ങളാലും പടുകൂറ്റൻ മരങ്ങളാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഒരു ഗ്രാൻഡ് വാലി റിസോർട്ടിൻ്റെ പേര് എന്തുകൊണ്ടും യോജിച്ചത് തന്നെ.
കംപ്ലീറ്റ്ലി. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. പാരൻസിന് സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അവർക്കുള്ള ഫുഡ് താഴേക്ക് കൊണ്ടുവന്നു. ഈ ഒരു റിസോർട്ട് എന്തായാലും ആക്റ്റീവായി തുടങ്ങുന്നേ ഉള്ളൂ. ഇന്നലെ നൈറ്റിൽ ഏറെ വൈകി തന്നെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാവരും നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു ഇപ്പോഴും. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ജീപ്പ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ റിസോർട്ടിലേക്ക് എങ്ങനെയാണ് എത്തിയതെന്നും ഇവിടുത്തെ നൈറ്റ് കാഴ്ചകളും ക്യാമ്പ് ഫയറും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ 3rd പാർട്ടാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറെ ആകർഷിക്കപ്പെടുന്ന ഈ മൂന്നാറിൽ കാഴ്ചകൾ ഒത്തിരിയുണ്ട്. ഓഫ് സീസണിൽ വന്നാലും എന്തൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാം, എവിടെയൊക്കെ സ്റ്റേ ചെയ്യാം എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ വീഡിയോ. ഈ ഒരു യാത്രയുടെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും സൈനിങ് ഓഫ് 777 @JackJones.